ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ടീച്ചർ കുറച്ച് അത്യാവശ്യം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് പറയുന്നത്. ഓക്കെ, തുടങ്ങാം. ഐ ആം സിറ്റിംഗ് ഇൻ ദ ക്ലാസ്. ഐ ആം സിറ്റിംഗ് ഇൻ ദ ക്ലാസ്. ഞാൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഞാൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഐ ആം സിറ്റിംഗ് ഇൻ ദ ക്ലാസ്. ഹിന്ദിയിൽ ഇതെങ്ങനെ പറയും? മൈം ക്ലാസ് മേം ബൈഠാ ഹും. മൈം ഞാൻ, നിങ്ങൾക്കറിയാം ഞാൻ എന്നാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലാസ് റൂം. അതിന് കക്ഷ എന്നും പറയും. ക്ലാസ് റൂമിന് കക്ഷ എന്നും പറയും. അപ്പം മയും ക്ലാസ് മേം ബൈഠാഹും ഇരിക്കുകയാണ്. ബൈഠന ഇരിക്കുക, ബൈഠാഹും ഇരിക്കുകയാണ്. അപ്പം കക്ഷാമേം ബൈഠാഹും എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെന്ന് തന്നെയാണ്. ക്ലാസ് മേം ബൈഠാഹും എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പോൾ ഐ ആം സിറ്റിംഗ് ഇൻ ദ ക്ലാസ്. ഞാൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. മയും ക്ലാസ് മേം ബൈഠാഹും. മേ ഐ സേ സംതിങ്. മേ ഐ സേ സംതിങ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യണം, ഒന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ടീച്ചറോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ടീച്ചറെ, അല്ലെങ്കിൽ മുതിർന്നവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്നൊക്കെ പറയൂലേ, ആ സമയത്താണ് മേ ഐ സേ സംതിങ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം എനിക്ക് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നതിന്. മൈം കുച്ച് കഹും ക്യാ. മൈം കുച്ച് കഹും ക്യാ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. മൈം കുച്ച് കുറച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും. കഹും കഹ്ന പറയുക. കഹും ക്യാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ചോദിക്കാമോ എന്നൊക്കെ, അല്ലെങ്കിൽ എനിക്ക് പറയാമോ, ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് എനിക്ക് പറയാമോ എന്ന് നമ്മൾ അവരോട് ചോദിക്കുകയാണ്. ഓക്കെ, മൈം കുച്ച് കഹും ക്യാ. ടുഡേ ഈസ് എ ഹോളിഡേ. ടുഡേ ഈസ് എ ഹോളിഡേ. ഇന്ന് അവധിയാണ്, ഇന്ന് അവധി ദിവസമാണ്, അവധിയാണ് എന്നൊക്കെ പറയുന്നതിന് ടുഡേ ഈസ് എ ഹോളിഡേ എന്ന് പറയും. ആജ് ചുട്ടി ഹേ. ആജ് എല്ലാവർക്കും അറിയാം, ഇന്ന്. ചുട്ടി അവധി, ഹേ ആണ്, ഇന്ന് അവധി ആണ്. ആജ് ചുട്ടി ഹേ. ദ ഫോൺ ഈസ് റിങ്ങിങ്. ദ ഫോൺ ഈസ് റിങ്ങിങ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ബെല്ലടിക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ ദേ ഫോൺ ബെല്ലടിക്കണം, ഞാൻ അത് പോയി എടുക്കാൻ പോവുകയാണ്, ഫോൺ ബെല്ലടിക്കുന്നുണ്ട് എന്ന് പറയും അല്ലേ. ദ ഫോൺ ഈസ് റിങ്ങിങ്. ഫോൺ റിങ് ചെയ്യുന്നു. ഇതെങ്ങനെ പറയും? ഫോണിന് ഫോണെന്ന് തന്നെയാണ് പറയുക. ബെല്ലടിക്കുന്നതിന് ബജ് രഹാ ഹേ. ബെല്ലടിക്കുന്നതിന് ബജ് രഹാ ഹേ, റിങ് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക, റിങ്ങിങ്. അപ്പോൾ റിങ്ങിങ് ആയതുകൊണ്ടാണ് ബജ് രഹാ ഹേ. ഫോൺ ബജ് രഹാ ഹേ. എല്ലാത്തിനും അടിക്കുന്നു, സമയം ബെല്ലടിക്കുന്നു എന്ന് പറയുന്നതിന് ഫോൺ ബജ് രഹാ ഹേ. ഓക്കെ, ഫോൺ ബജ് രഹാ ഹേ. വേർ ഹാവ് യു കം ഫ്രം. വേർ ഹാവ് യു കം ഫ്രം. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾ ഇത്രയും നേരം കണ്ടില്ലല്ലോ, ഇപ്പോൾ എവിടെ നിന്നാ നിങ്ങൾ വന്നേ എന്നൊക്കെ നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്?
വേർ ഹാവ് യു കം ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ആപ്പ് കഹാം സെ ആയേ ഹേ? ആപ്പ് കഹാം സെ ആയേ ഹേ? ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ. കഹാം സെ എവിടെ നിന്ന്? എവിടെ? കഹാം എന്ന് വെച്ചാൽ എവിടെ. സേ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നർത്ഥത്തിൽ. കഹാം സെ എവിടെ നിന്ന്? ആയേ ഹേ വന്നു. ആയേ ഹേ വന്നു. ആം സിംഗിൾ. ആം സിംഗിൾ. ഞാൻ അവിവാഹിതനാണ് എന്നാണ് ആം സിംഗിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം. മൈം അവിവാഹിദ് ഹും. മൈം ഞാൻ അവിവാഹിദ് ഹും. അവിവാഹിതന് അവിവാഹിത് എന്ന് ഹിന്ദിയിൽ പറയാം. മൈം അവിവാഹിദ് ഹും. ഞാൻ അവിവാഹിതനാണ്. ആം സിംഗിൾ. ആം അറ്റ് ഹോം. നീ ഇപ്പം എവിടെയാണ്? നീ ഇപ്പം എവിടെയാണുള്ളത് എന്നൊക്കെ കൂട്ടുകാരും മറ്റുള്ളവരും ചോദിച്ചാൽ നമ്മൾ പറയും, ഞാൻ വീട്ടിലാണ്, ഞാൻ വീട്ടിലുണ്ട് എന്നൊക്കെ പറയൂലേ. അതിനാണ് ആം അറ്റ് ഹോം എന്ന് പറയുന്നത്. മൈം ഘർ പർ ഹും. മൈം ഞാൻ, ഘർ പർ വീട്ടിൽ, ഹും ഉണ്ട്. മൈം ഘർ പർ ഹും ഞാൻ വീട്ടിൽ ഉണ്ട്. ഐ തിങ്ക് സോ. ഐ തിങ്ക് സോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഐ തിങ്ക് സോ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് ഐ തിങ്ക് സോ എന്ന് പറയും. മൈം ഐസ സോച്ച്താ ഹും. മൈം ഞാൻ, ഐസ അതുപോലെ, അങ്ങനെ എന്നൊക്കെ ഉള്ളതിന് ഐസ എന്ന് പറയാം. മൈം ഞാൻ, ഐസ അതുപോലെ അല്ലെങ്കിൽ അങ്ങനെ, സോച്ച്താ ഹും ചിന്തിക്കുന്നു. സോച്ന ചിന്തിക്കുക, സോച്ച്താ ഹും ചിന്തിക്കുന്നു. മൈം ഐസ സോച്ച്താ ഹും. ഐ തിങ്ക് സോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഞാനും അങ്ങനെ ചിന്തിക്കുന്നു. ഫോളോ മീ. ഫോളോ മീ എന്നെ ഫോളോ ചെയ്. ഞാൻ പോകുന്നതിൻ്റെ പുറകെ എൻ്റെ പുറകെ പോരെ. എന്നെ ഫോളോ ചെയ്. ഫോളോ മീ. മേരെ പീച്ചെ ആവോ. മേരെ പീച്ചെ ആവോ. മേരെ പീച്ചെ ആവോ. മേരെ എൻ്റെ, പീച്ചെ പിറകിൽ, ആവോ വരൂ. മേരെ എൻ്റെ, പീച്ചെ പിറകിൽ, ആവോ വരൂ. മേരെ പീച്ചെ ആവോ എൻ്റെ പിറകിൽ, എൻ്റെ പിറകിലായിട്ട് അല്ലെങ്കിൽ എൻ്റെ പിറകിൽ തന്നെ വരൂ. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് വരണമെങ്കിൽ എൻ്റെ പിറകെ വാ. സോ ലോങ്. സോ ലോങ് വളരെ നീണ്ടത്. ആ മന്ത്രിയുടെ പ്രസംഗം എന്തൊരു നീണ്ടതായിരുന്നു. കുറേ നേരത്തേക്കുണ്ടായിരുന്നു. എത്ര സമയമായിരുന്നു. ഈ അർത്ഥങ്ങളൊക്കെ വരും സോ ലോങ് എന്ന് പറഞ്ഞാൽ. ഇത്തന ലംബ. ഇത്തന ലംബ ഇത്രയും നീണ്ടതോ, അല്ലെങ്കിൽ ഇത്രയും സമയമോ, ഇത്രയും വലുതോ, ഇതിനൊക്കെ എന്ത് പറയാം? ഇത്തന ലംബ, ഇത്തന സമയ്. ഇതൊക്കെ സോ ലോങ് എന്ന് പറയുമ്പോൾ ഈ അർത്ഥങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഈ സെൻറ്റൻസുകളൊക്കെ നമ്മൾ അത്യാവശ്യം എല്ലാ ദിവസവും പലരോടും സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാവരും സെൻറ്റൻസുകൾ പഠിക്കണം. പിന്നെ ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.